ഹലോ എവരിവൺ. സ്വിറ്റ്സർലാൻഡ് എന്ന പ്രകൃതി സുന്ദരമായ രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരിക? മഞ്ഞുമലകൾ, തടാകങ്ങൾ, പച്ചവിരിച്ച പുൽമേടുകൾ, ചോക്ലേറ്റ്, ചീസ്, ഇത്തരം കാര്യങ്ങളായിരിക്കും. ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് സ്വിസ്സിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ രാജ്യത്തെ പറ്റി നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്, ചില രഹസ്യങ്ങൾ. അതിലൊരു രഹസ്യം ഞാൻ ഇന്ന് പറയാം. പൊതുവെ വളരെ സമാധാന ജീവിതം സ്വന്തം പൗരന്മാർക്ക് സമ്മാനിക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. എന്നാൽ ഇവിടെ 2005 വരെ ഒരു നിയമം നിലനിന്നിരുന്നു. അതായത് ഒരു പുതിയ കെട്ടിടം ഇവിടെ നിർമ്മിക്കുമ്പോൾ ആ കെട്ടിടത്തിന് നിർബന്ധമായും ആണവ ബങ്കർ ഉണ്ടായിരിക്കണം എന്ന നിയമം. ബങ്കർ എന്നാൽ എന്താണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുദ്ധകാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ബങ്കർ എന്നത്. അതായത് നമ്മൾ ഒരു യുദ്ധം വരുമ്പോൾ നമുക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടി എല്ലാ കെട്ടിടങ്ങളുടെയും അടിയിലുള്ള, അതായത് അണ്ടർഗ്രൗണ്ട് അറകൾ, ഇതിനെയാണ് ബങ്കേഴ്സ് എന്ന് പറയുന്നത്. 2005 മുൻപായി പണിത എല്ലാ കെട്ടിടങ്ങൾക്കും ഇവിടെ ബങ്കേഴ്സ് ഉണ്ട്. ഇനി സ്വന്തമായി ബങ്കറുകൾ ഇല്ലാത്ത കെട്ടിടത്തിന് സമീപത്തുള്ള ഒരു ബങ്കറിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കണമെന്ന ഉപാധികളും അന്ന് കാലത്ത് ഇവിടെ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചെറിയ രാജ്യത്തിന് ഒരു കാലത്ത് അവരുടെ മുഴുവൻ ജനതയും ഉൾക്കൊള്ളാൻ ആവശ്യമായ ബങ്കറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചില കണക്കുകൾ പറയുന്നത് അവർക്ക് ആവശ്യമായതിലും കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇതിന്റെ ചരിത്രം ശീതയുദ്ധ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, സ്വിറ്റ്സർലാൻഡ് ഒരു നിഷ്പക്ഷ രാജ്യമായിരുന്നു. പക്ഷേ അവരവരുടെ സുരക്ഷയിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. ഒരു ആണവാക്രമണം ഉണ്ടായാലും സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത്തരം ബങ്കറുകൾ. മുന്നൊരുക്കങ്ങൾക്കും സ്വയം പര്യാപ്തതയ്ക്കും ഇവിടുത്തെ ജനങ്ങൾ നൽകുന്ന പ്രാധാന്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ നിയമം ഇപ്പോൾ നിലവിലില്ല. എന്നാൽ പഴയ ബങ്കറുകൾ ഇപ്പോഴും പലതും നിലവിലുണ്ട്. അവയിൽ ചിലത് ഇപ്പോൾ വൈൻ നിലവറകളായും ആർട്ട് ഗാലറികളായും രൂപാന്തരപ്പെട്ടാണുള്ളത്. ഇപ്പോഴും പല പഴയ കെട്ടിടങ്ങളിൽ പോവുകയാണെങ്കിൽ അവയുടെ ബേസ്മെന്റിൽ ആ പഴയ ബങ്കറുകളുടെ വാതിലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവയിൽ ചിലതിപ്പോൾ കോമൺ വാഷിംഗ് ആൻഡ് ഡ്രൈയിങ് ഏരിയയും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻസും ഡ്രയേഴ്സും എല്ലാം സൂക്ഷിക്കുന്ന ഏരിയയുമായി മാറിക്കഴിഞ്ഞു. സ്വിറ്റ്സർലാൻഡ് കേവലം മനോഹരമായ കാഴ്ചകൾ മാത്രമല്ല, അതിന് ആഴത്തിലുള്ള ചരിത്രവും അതുല്യമായ സംസ്കാരവും ഉണ്ട് എന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവരുടെ സമാധാനപരമായ നിലപാടിന് പിന്നിൽ എത്ര വലിയ ഒരു തയ്യാറെടുപ്പാണ് ഉണ്ടായിരുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ കാര്യം നിങ്ങൾക്കൊരു പുതിയ അറിവല്ലേ? നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇത്തരം ഒരു നിയമം നിലനിന്നതായി കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാ രാജ്യമെന്ന് താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.